ഹായ്, ഗുഡ് മോർണിംഗ്. ചെറിയൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടി ചുമ്മാ ഒരു വീഡിയോ ചെയ്യാണ് ഞാൻ. പിന്നെ എൻ്റെ സംശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഈ ദിവസവും കാണുന്ന ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു സുരക്ഷയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം തന്നെ, എവിടെയും സ്ത്രീകൾ ഉപദ്രവിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ആണുങ്ങൾക്കും ഈ ഉപദ്രവങ്ങളുണ്ട്. എല്ലാ സ്ത്രീകളും നല്ലവരാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിലൊരു 55-60% സ്ത്രീകൾ നല്ലവരാണ്. അവർക്ക് ഒരുപാട് ഉപദ്രവങ്ങളും അതും ഇതും ഏൽക്കേണ്ടി വരുന്നു. അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും സഹോദരനും ആർക്കും ഒരു സുരക്ഷയില്ല. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ന്യൂസുകളാണ്, അച്ഛൻ മകനെ വെട്ടുന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, മകൻ അമ്മയെ ഉപദ്രവിക്കുന്നു, പെൺമക്കൾ അച്ഛനെ അമ്മയെ ഉപദ്രവിക്കുന്നു, അവരിറങ്ങിപ്പോകുന്നു വല്ലവരുടെയും കൂടി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതേപോലെ 80-85 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ 20 വയസ്സുള്ള ഒരു പയ്യൻ റേപ്പ് ചെയ്ത് റോഡിൽ തള്ളുന്നു. അതേപോലെ ഇനി മറ്റു കുറേ ആൾക്കാർ കുറേ കൊട്ടേഷൻ കൊടുക്കുന്നു റേപ്പിന് വേണ്ടി. ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, എന്താ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. കുറേ പേര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, ഡ്രിങ്ക്സ് അടിക്കുന്നു. എല്ലാത്തിനും ഇവരൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമ്മളൊക്കെ പറയുന്നത് അവർ ഡ്രിങ്ക്സ് അടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിസിൻ അടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഓക്കെ, ബട്ട് നമുക്ക് സ്ത്രീ സുരക്ഷ എവിടെയാണ് വേണ്ടത്? നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ നമുക്കൊരു സുരക്ഷയില്ല. ഏത് സമ്മതവും എന്ത് സംഭവിക്കാം. ആരാലും, അച്ഛനാലോ അമ്മയാലോ സഹോദരനാലോ മുത്തശ്ശനായിട്ടോ മുത്തശ്ശിയായിട്ടോ ആരായിട്ടായാലും ആർക്കും സുരക്ഷകളില്ല. പ്രായമായ മുത്തശ്ശികൾക്ക് പോലും സുരക്ഷയില്ലാത്ത ഈ കാലത്ത് നമ്മളൊക്കെ എങ്ങനെ എന്ത് ചെയ്യും? ആരെ വിശ്വസിക്കും? ഓരോ വീട്ടുകളിൽ നടക്കുന്ന ഡ്രിങ്ക്സ് അടിച്ചിട്ടും ഡ്രഗ്സ് അടിച്ചിട്ടും ഓരോ വീട്ടുകളിൽ നടക്കുന്ന ഉപദ്രവങ്ങൾ, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാർ, അതേപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന മക്കൾ, എല്ലാം കണ്ടും കേട്ടും ന്യൂസുകൾ വായിച്ച് മടുത്തു. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും നമുക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോകും. പിന്നെ പുരുഷന്മാർക്കും ഒരു 25% പുരുഷന്മാർക്കും ഇതേ പ്രോബ്ലംസാണ്. അവരും പീഡനങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഭാര്യമാരിൽ നിന്നോ സഹോദരികളിൽ നിന്നോ ഒക്കെ അവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെന്ന് പറയുന്നില്ല. പുരുഷന്മാരെല്ലാവരും ചീത്തയാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ കുറേ പേര്. അതുപോലെ സ്ത്രീകൾക്ക് ജാസ്തി പീഡനങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുന്നു. നമ്മൾക്ക് ഈ നിയമവ്യവസ്ഥയിൽ ഒന്നും നടക്കുന്നില്ല. എവിടെയും കോടതി ചെന്ന് കഴിയുമ്പോൾ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ആ സത്യങ്ങൾ അവിടെ വിജയം നേടുകയാണ്. ആരെയാണ് വിശ്വസിക്കുന്നത്?